നമസ്കാരം. CPIM സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആരംഭിക്കാനിരിക്കെ നിർണായകമാകുന്ന സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നുള്ള പിണറായി വിജയന്റെ പടിയിറക്കമാണ്. CPMന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരുന്ന റെക്കോർഡുമായാണ് പിണറായി വിജയൻ പടിയിറങ്ങുന്നത്. പാർട്ടിയിലെ വിഭാഗീയത പാരമ്യത്തിലെത്തിയതാണ് പിണറായി വിജയൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. വിഭാഗീയതയ്ക്കിടയിൽ പാർട്ടിയുടെ ജനകീയ അടിത്തറയ്ക്ക് സാരമായ കോട്ടം തട്ടിയതും ഇതേ കാലയളവിൽ തന്നെയാണ്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ KM ഷാജഹാൻ, ശ്രീ PC ജോർജ്, ശ്രീ സണ്ണി ജോസഫ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പിണറായി വിജയൻ 16.5 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയുമ്പോൾ അത് CPIMന് എത്രത്തോളം അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും? അത് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗുണമോ ദോഷമോ സൃഷ്ടിക്കുക? നേരത്തെ പ്രകാശ് സൂചിപ്പിച്ചതുമാതിരി തന്നെ 16 വർഷത്തിലധികം സെക്രട്ടറി ആയിരുന്ന റെക്കോർഡിട്ട ആളാണ് അദ്ദേഹം. എന്നാൽ ഈ 16 വർഷം സുഗമമായ ഒരു ഭരണ സാരഥ്യത്തിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര യാഥാർത്ഥ്യം, പിണറായി വിജയനാണ് വാസ്തവത്തിൽ VS കഴിഞ്ഞിട്ട് എത്തിച്ചേർന്ന ന്യൂ ജനറേഷൻ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നേതാക്കളുടെ ഒരു പരമ്പരയായിരുന്നു സംസ്ഥാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചിരുന്നത്, CPIMന്റെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നത്. അതിനകത്തൊരു വിച്ഛേദമുണ്ടാക്കുന്നത് പിണറായി വിജയനാണ്. പക്ഷേ അദ്ദേഹത്തിന് പഴയ ഒരു പാർട്ടി സംഘടനയിൽ നിന്നും, പ്രത്യേകിച്ച് പഴയ രാഷ്ട്രീയ നേതാവായ VS അച്യുതാനന്ദനിൽ നിന്നും സുഗമമായ ഒരു പ്രവർത്തന പശ്ചാത്തലമോ സുഗമമായ പ്രവർത്തന സഹായമോ ലഭിച്ചില്ല എന്നതാണ് അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ പോരായ്മ. അതുകൊണ്ട് തന്നെ വിഭാഗീയതയുടെ ആശാൻ എന്ന് വിളിക്കാവുന്ന, ഗോഡ് ഫാദർ എന്ന് വിളിക്കാവുന്ന അച്യുതാനന്ദൻ്റെ ആക്ഷേപങ്ങൾക്ക് മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കേണ്ട ഒരു ദുരവസ്ഥ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ അദ്ദേഹം പോകാൻ പോകുമ്പോൾ പിണറായി വിജയനെ പോലെയുള്ള കരുത്തുറ്റൊരു നേതാവല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ CPIMന് ഇത്ര എങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ശ്രീ PC ജോർജ്, പിണറായി വിജയനൊപ്പം ഇടതുമുന്നണിയിൽ പ്രവർത്തിച്ച പരിചയം താങ്കൾക്കുണ്ട്. ഒപ്പം പിണറായി വിജയനെ വിമർശിച്ച ഒരു പശ്ചാത്തലവും താങ്കൾക്കുണ്ട്. പിണറായി വിജയനെ ഇന്ന് UDFൽ നിന്ന് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? CPIMന് ശക്തമായ നേതൃത്വം നൽകിയ ഒരു നേതാവാണോ പിണറായി വിജയൻ? ഇടതുമുന്നണിയെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചോ? UDFന് വെല്ലുവിളി ഉയർത്തിയോ? ഞാൻ സഖാവ് പിണറായി വിജയനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വ കഴിവുകളെ പറ്റി, അദ്ദേഹത്തിന്റെ പാഠത്തെ പറ്റി ചെറുതായി കാണാൻ കഴിയില്ല. ഞാൻ സ്നേഹിച്ചും പിണങ്ങി നിന്നിട്ടുണ്ട്. പക്ഷെ ഒരു വസ്തുതയുണ്ട്, അദ്ദേഹം കഴിഞ്ഞ 16 വർഷക്കാലമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത്, ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുകയാണ്. അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിട്ടുള്ളത് ഞങ്ങളിൽ നിന്നല്ല, അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. അത് അദ്ദേഹത്തിനേക്കാൾ സീനിയറായ സഖാവ് VSന്റെ ശക്തമായ എതിർപ്പിനെ നേരിട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 16 വർഷക്കാലമായി അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രകാശ് ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട CPIMന്റെ സംസ്ഥാന സെക്രട്ടറി മരിച്ച് അതിനുശേഷം ആദ്യം കൂടുന്ന പാർട്ടി സെക്രട്ടറിയോ ഞാൻ ഇന്നലെ കൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം അതിന്റെ പാർട്ടി സെക്രട്ടറി ആകാൻ പോകാൻ തോന്നി. അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ, ഞാൻ വിളിച്ചു അദ്ദേഹം ഓഫീസിലുണ്ട്, ഞാൻ ഓടി ഓഫീസിൽ ചെന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ പോകാൻ പോകുന്ന പാർട്ടി കമ്മിറ്റിയിൽ AK സെന്ററിലേക്ക് പോവാണ്. നിങ്ങളെ അവിടെ ചെല്ലുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നേതൃത്വം കൊടുക്കാനുള്ള സ്ഥാനമാണ്. അതോടൊപ്പം നിങ്ങൾ ഇരിക്കുന്ന 1976 താങ്കളിലേക്ക് തിരിച്ചെത്താൻ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ അവ്യക്തതകളുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു കടുത്ത മുഖമുള്ള, കടുത്ത നിലപാടുള്ള, ഉറച്ച പാർട്ടിക്കൂറുള്ള, BJPയെയും കോൺഗ്രസിനെയും നേരിടാൻ ചങ്കുറപ്പുള്ള ഒരു നേതാവ്, ഒരു നല്ല മന്ത്രി എന്ന പ്രതിച്ഛായയോടുകൂടിയാണ് ചടയൻ ഗോവിന്ദൻ മരിച്ച ശേഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആകുന്നത്. പക്ഷേ അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടു. മാധ്യമങ്ങൾ ഒരു പക്ഷേ ഏറ്റവും രൂക്ഷമായി സമീപനാളുകളിൽ ആക്രമിച്ച നേതാവ് തിരിച്ച് മാധ്യമങ്ങളെയും ആരോടും കൂസാതെ, ആർക്കും വഴങ്ങാതെ വിമർശനങ്ങളെ അങ്ങനെ തന്നെ നേരിട്ട്
പാർട്ടിക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ മറികടന്ന് 16.5 വർഷം സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു. പാർട്ടി ഇപ്പോൾ 3 ടേം മതി എന്ന തീരുമാനമെടുത്തില്ലായിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ ഇനി പാർലമെൻ്ററി രംഗത്തേക്ക് മാറണം എന്ന തീരുമാനം ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ സ്വയം എടുത്തില്ലായിരുന്നു എങ്കിൽ ഇന്നും ഒരു എതിർപ്പുമില്ലാതെ തുടരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം. എന്താണ് പിണറായി വിജയൻ്റെ ശക്തി? എന്താണ് അദ്ദേഹത്തിൻ്റെ ദൗർബല്യം? എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? പിണറായി വിജയനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഏറ്റവും അധികം കാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറിമാരിൽ ഇത്രയും പ്രാധാന്യം അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ CH കണാരൻ മുതൽ ചടയം ഗോവിന്ദൻ വരെയുള്ള സെക്രട്ടറിമാരുടെ കാലത്ത് സഖാവ് EMS നമ്പൂരിപ്പാട് ജീവിച്ചു. നമ്പൂരിപ്പാടുള്ളിടത്തോളം കാലം CPM വേറെ ഒരു നേതാവിനും ആ രീതിയിലുള്ള പ്രാധാന്യം കിട്ടുകയില്ല. PS അച്യുതാനന്ദൻ സെക്രട്ടറി ആയിരുന്നപ്പോഴൊന്നും അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവ് എന്ന രീതിയിലുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നില്ല. CK നായനാർക്കും ഉണ്ടായിരുന്നില്ല, ചടയം ഗോവിന്ദന് തീരെയും ഉണ്ടായിരുന്നില്ല. അപ്പൊ വിജയന് കിട്ടിയ ഒരു സൗകര്യം എന്ന് വെച്ചാൽ നമ്പൂരിപ്പാട് മരിച്ചതിന് ശേഷമാണ് വിജയൻ സെക്രട്ടറി ആയത് വന്നത്. പിന്നെ വിജയനെ സംബന്ധിച്ചുള്ള അദ്ദേഹം വലിയ നിങ്ങൾ സൂചിപ്പിച്ച രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ധാർമ്മിക അടിത്തറയ്ക്ക് വലിയ ഒരു ക്ഷതമേൽപ്പിച്ച നേതാവ് എന്ന രീതിയിലാണ് ഞാൻ വിജയനെ വിലയിരുത്തുന്നത്. അതിന്റെ കാരണങ്ങൾ പറയേണ്ടതില്ല. ഏറ്റവും അവസാനം TP ചന്ദ്രശേഖരന്റെ കൊലപാതകം അടക്കമുള്ള വിഷയങ്ങളിൽ വിജയൻ സ്വീകരിച്ച നിലപാടിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മൊത്തത്തിൽ ധാർമ്മികതയ്ക്കും അതിന്റെ കെട്ടുറപ്പിനും വലിയ ക്ഷതമേൽപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് PC ജോർജ് മുതൽക്ക് RSP വരെയുള്ള ആളുകൾ മുന്നണി വിട്ടുപോയത്. മുന്നണിയെ ദുർബലരാക്കിയ ഒരു നേതാവ്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം കൊണ്ടും അപ്രമാദിത്വം കൊണ്ടും ഈ പറഞ്ഞ രീതിയിൽ ചങ്കൂറ്റം എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും തന്റെ ഇടവും തൻപ്രമാണിത്വവും കൊണ്ട് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ക്ഷതമേൽപ്പിച്ച ആള്, ഇടതുപക്ഷ ധാർമ്മികതയ്ക്ക് വലിയ ക്ഷതമേൽപ്പിച്ച നേതാവ്. ആ രീതിയിലാണ് പിണറായി വിജയനെ ചരിത്രം വിലയിരുത്തുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് നേട്ടങ്ങളല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കോട്ടങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, പാർട്ടി ഒരു കൂട്ടായ നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട്. അതനുസരിച്ച് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ, നടപ്പാക്കിയ തീരുമാനങ്ങൾ, ഇതെല്ലാം തന്നെ അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെയും കൂട്ടായ തീരുമാനങ്ങളായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗീകാരവും ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ എടുത്ത തീരുമാനങ്ങൾക്കെല്ലാം, അതിലെ തെറ്റായ തീരുമാനങ്ങൾക്കെല്ലാം പിണറായി വിജയൻ ഉത്തരവാദി, ശരിയായ തീരുമാനങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് പങ്കില്ല. ഈ രീതിയിൽ പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ഒറ്റതിരിഞ്ഞ് ഒരു വ്യക്തി എന്ന നിലയിലാണോ അദ്ദേഹം 16 വർഷം വഹിച്ച പദവിയെ, നടത്തിയ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത്? കൂട്ടായ തീരുമാനങ്ങൾ എന്ന് തന്നെയായിരുന്നാലും അദ്ദേഹത്തിന്റെ സംസാരവും പ്രവൃത്തിയും അത് ഏത് രീതിയിലാണ് നമ്മുടെ പൊതുസമൂഹം സ്വീകരിച്ചിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ MA ബേബിയെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, പോളിറ്റ് ബ്യൂറോ, രാജ്യത്ത് മത്സരിക്കുന്ന ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹം കൊല്ലത്ത് വലിയ ഒരു മത്സരം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ മുൻതൂക്കമുള്ള ഒരു സമയത്ത് പിണറായി വിജയൻ കൊല്ലത്ത് ചെന്ന് പ്രസംഗിക്കുകയാണ്. ഒരു സ്ഥലത്തല്ല, 3 സ്ഥലത്ത്. ഒരു തവണയാണെങ്കിൽ നമുക്കത് നാക്കുപിഴ പറ്റാൻ കഴിയും. പ്രേമേന്ദ്രനെ പോലെ സർവാദരണീയനായ, എല്ലാവർക്കും വലിയ മതിപ്പുള്ള, തലേ ദിവസം വരെ ഇടതുപക്ഷക്കാരനായിരുന്ന ഒരാളെ കുറിച്ച് പരനാറി എന്ന പ്രയോഗം നടത്തപ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളൊന്നുമല്ല വിജയൻ. അത് വിജയന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ MA ബേബി തോറ്റ് കാണണം എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു രീതി. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പത്രാധിപരെ പേരെടുത്ത് പറഞ്ഞ് എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. KP കേശവമേനോനോ KM ചെറിയാനോ ഒക്കെ ഉള്ള സമയത്ത് EMS നമ്പൂരിപ്പാട് അങ്ങനെ എടോ ചെറിയാനെ അല്ലെങ്കിൽ എടോ കേശവമേനെ എന്നൊക്കെ വിളിച്ചായിട്ടുണ്ടോ? ഇല്ല. EMS AKG ഒരു നേതാവും വിളിച്ചിട്ടില്ല. MV രാഘവൻ പോലും ഒരു നേതാവിനെ കുറിച്ച് പേരെടുത്ത്, ഒരു പത്രാധിപരെ കുറിച്ച് അങ്ങനെ പേരെടുത്ത് വെല്ലുവിളിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും, പിന്നെ വിജയന്റെ നവകേരള മാർച്ച്, കേരള മാർച്ച്, ഇതൊക്കെ പാർട്ടിക്കുണ്ടാക്കിയ ക്ഷതം എത്രയാണ്? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പുഷ്പകിരീടം അണിഞ്ഞ് കയ്യിൽ അമ്പും വില്ലും പിടിച്ചത്, ഉടവാളും പിടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ തമിഴ്നാട്ടിൽ കരുണാനിധിയും ജയലളിതയൊക്കെ ചെയ്യുക. ആ ഒരു നിലവാരത്തിലേക്ക് ഈ പാർട്ടി എത്തിച്ചു. അതായത് ഇതിന്റെ ഒരു ജീർണത, വലതുപക്ഷ വ്യതിയാനം. അബ്ദുൾ വഹാബിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ ഒരു എതിർ സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ആർജവം ഉണ്ടായില്ല. അന്ന് CPI RSP ഒക്കെ ആവശ്യപ്പെട്ടാണ് ഒരു എതിർപ്പ് എന്നുള്ള നിലയ്ക്ക് വഹാബിനെ പോലൊരാൾ, ഒരു കോടീശ്വരൻ മത്സരിക്കുന്നു. പിന്നെ കൈരളി ചാനലിന് പണം പിരിച്ചത് അതാണ് ഇടതുപക്ഷത്തെ ഒരു ജീർണതയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തം. കൈരളി ചാനൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇന്ന് പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്ന് പറയാവുന്നത്. കൈരളി ചാനൽ ഉണ്ടാക്കിയതല്ല, അതിനുവേണ്ടി ധനം സമാഹരിച്ച രീതി, ലാവലിനടക്കമുള്ള ആരോപണങ്ങൾ, ഇതിനൊക്കെ ആരും ഉത്തരവാദിത്വം പറയാം. പാർട്ടിയുടെ കൂട്ടായ തീരുമാനം എന്ന് പറഞ്ഞാൽ പോലും വിജയൻ അതിൽ വഹിച്ച വ്യക്തിപരമായ പങ്ക് ഞാൻ അതിനെ കുറിച്ച് പറയും. ദയവായി തുടരുക. ശ്രീ സണ്ണി ജോസഫ്,
നിങ്ങളെ കണ്ണൂരിൽ നേരിട്ട് ആ രീതിയിൽ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിച്ച് അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്ന് UDFന് ഒരു വെല്ലുവിളി ഉയർത്തിയ നേതാവാണ് ശ്രീ പിണറായി വിജയൻ. പിണറായി വിജയനെ നിങ്ങളെങ്ങനെയാണ് UDF വിലയിരുത്തുന്നത്? ഒരു കരുത്തനായ നേതാവായിട്ടോ, നിങ്ങളെ ഇഞ്ചോടിഞ്ച് വെല്ലുവിളിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടോ, അതോ ഇന്ന് പലപ്പോഴും പറയുന്ന രീതിയിൽ UDFുമായി സന്ധി ചെയ്യുന്ന, അതിലെ പല നേതാക്കളുമായും സന്ധി ചെയ്യുന്ന സമ്പന്ന വർഗത്തോട് കീഴടങ്ങുന്ന ഒരു നേതാവായിട്ടോ? പിണറായി വിജയൻ ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. സമീപകാലത്ത് CPMലുള്ള നേതാക്കന്മാരിൽ അവരുടെ പാർട്ടി അണികളിൽ ഏറ്റവും സ്വാധീനമുള്ള, ആജ്ഞാശക്തിയുള്ള നേതാവ് തന്നെയാണ്, നിശ്ചയദാർഢ്യമുള്ള നേതാവുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അത്തരം നടപടികൾ, പ്രത്യേകിച്ച് കണ്ണൂർ ശൈലിയിൽ കേരള സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോയത് CPMന് സംസ്ഥാനത്തൊട്ടാകെ ക്ഷീണം വരുത്തുകയും ഞങ്ങൾക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ അത് ഗുണം ചെയ്യുകയും ചെയ്തു. അതാണ് ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹത്തിന്റെ ചില പദപ്രയോഗങ്ങൾ അത് ശത്രുവിനെ, അതാത് കാലത്തെ ശത്രുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നികൃഷ്ടജീവി എന്ന് ബിഷപ്പിനെ വിളിച്ചത്. അദ്ദേഹം പത്രമാധ്യമ നേതൃത്വത്തെ ബാലകൃഷ്ണൻ എന്ന് വിളിച്ചത്. അദ്ദേഹം കൊളംകുത്തി എന്ന് ആർമിക്കാരെ ചന്ദ്രശേഖരനെ വിളിച്ചത്. അദ്ദേഹം പരനാറി എന്ന് അദ്ദേഹം കൊല്ലത്തെ LDFന് എതിർത്തുള്ള സ്ഥാനാർത്ഥിയെ വിളിച്ചത് അദ്ദേഹം വളരെ ബോധപൂർവം തന്നെയാണ്. പക്ഷെ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ക്ഷീണം ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ ഒരുപക്ഷെ പാർട്ടി സഹാക്കളുടെ കയ്യടി വാങ്ങാൻ അത് ഉപകരിച്ചു എങ്കിൽ പോലും ജയശങ്കർ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് അദ്ദേഹം വെറുതെ പറഞ്ഞതുമല്ല. ഏതെങ്കിലും അബദ്ധം പറയുന്ന ആളല്ല. ഞാൻ പിണറായി വിജയന്റെ പ്രസംഗം അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും, ജില്ലാ ബാങ്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും, ജില്ലാതലത്തിലുള്ള നേതാവായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കുന്ന വ്യക്തിയാണ്. കണ്ണൂരിലെ പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. വളരെ അർത്ഥ കുറിച്ച് തന്നെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ബോധപൂർവം പറയുന്ന വ്യക്തിയാണ്. ഒരിക്കലും അബദ്ധം പറയാത്ത വ്യക്തിയാണ്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം നാവിൽ നിന്ന് വരുന്ന നേതാവാണ്. അദ്ദേഹം വളരെ ബോധപൂർവം ആലോചിച്ചുറപ്പിച്ച് നടത്തിയ പ്രസംഗം തന്നെയാണ്. ആ വാക്കുകൾ തന്നെ അറിയാം. നികൃഷ്ടജീവി, പരനാറി, കൊളംകുത്തി, എടോ ഗോപാലകൃഷ്ണ, ഈ പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ ലാവലിൻ ആക്ഷേപവും എല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇമേജിനെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ വോട്ടിനെ ബാധിച്ചിട്ടുണ്ട്. UDFന് അദ്ദേഹത്തിന്റെ നേതൃത്വം ഗുണം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പാർട്ടി സംഘടന, CPM പറയുന്ന പാർട്ടി സംഘടന അച്ചടക്കമുള്ള, ഉറവായിട്ട് ഐക്യം ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി പാർട്ടി നേതൃത്വത്തെ എല്ലാ ജില്ലയിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാനും ഉണ്ടായിരുന്ന പാർട്ടി ഘടകങ്ങളിലുണ്ടായിരുന്ന സ്വാധീനം ഇല്ലായ്മ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ടീം വർക്കും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്കൻഡ് ഗ്രേഡ് ലീഡേഴ്സിന്റെ വലിയ ഒരു പിന്തുണയും പിണറായി വിജയന് തന്നെയാണുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ദയവായി തുടരുക. ശ്രീ KM ഷാജഹാൻ, ഇപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ മാധ്യമങ്ങളെ വിമർശിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് പിണറായി വിജയന് കടുത്ത നിലപാടെടുക്കേണ്ടി വന്നു എന്ന കാര്യങ്ങളിൽ, അതേക്കുറിച്ച് വിലയിരുത്തുന്നതിൽ എല്ലാം ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ CH കണാരൻ മുതൽ ചടയൻ ഗോവിന്ദൻ വരെ ആ നീണ്ട നിരയിൽ ഒരു പാർട്ടി സെക്രട്ടറിയും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വെല്ലുവിളിയാണ് പിണറായി വിജയൻ നേരിട്ടത്. കാരണം സ്വന്തം പാർട്ടി നേതാവായ പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന്, പ്രതിപക്ഷ നേതാവിൽ നിന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതിൽ നിന്ന് എല്ലാം കടുത്ത വെല്ലുവിളി. ഇപ്പോൾ ലാവ്ലിൻ മുതൽ, അതല്ലെങ്കിൽ മദനി ബന്ധത്തിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ DIC K കരുണാകരൻ ബന്ധത്തിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൻ്റെ കാര്യത്തിൽ എല്ലാം പിണറായി വിജയനെ ഏറിയോ കുറഞ്ഞോ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ് പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു സവിശേഷമായ സാഹചര്യം. ആ സാഹചര്യത്തെ മാധ്യമങ്ങളോട് കലഹിച്ച്, ആ രാഷ്ട്രീയ ഉള്ളടക്കത്തോട് കലഹിച്ച്, ഇപ്പോൾ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയെ അപ്പാടെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പിണറായി വിജയന് കഴിഞ്ഞെങ്കിൽ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആളെ ഇപ്പോൾ സ്ഥാനമൊഴിയുമ്പോൾ പകരം സെക്രട്ടറിയാക്കാൻ കഴിയുന്നെങ്കിൽ അത് ഒരു വിജയമല്ലേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ? ആ വിജയത്തിൻ്റെ ആ കരുത്തോടു കൂടിയല്ലേ പിണറായി വിജയൻ ഇപ്പോൾ 16.5 വർഷത്തിന് ശേഷം ആ പദവി ഒഴിയാൻ ഈ സമ്മേളനത്തിൽ തീരുമാനിക്കുന്നത്? പ്രകാശ് പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. അതായത്
നമ്മൾ ചടയൻ ഗോവിന്ദൻ മുതൽ നായനാർ മുതൽ VS അച്യുതാനന്ദൻ വരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ ആ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്തത്ര കടുത്ത വെല്ലുവിളിയും കടുത്ത വിമർശനവും നേരിട്ട ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ എന്നുള്ള പ്രകാശിൻ്റെ വാദം പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ആ നേരത്തെ പറഞ്ഞ പാർട്ടി സെക്രട്ടറിമാരിൽ നിന്നും വ്യത്യസ്തമായി അതിക്രൂരമായിട്ടുള്ള വിമർശനം പൊതുമണ്ഡലത്തിൽ നിന്നും പാർട്ടിക്കകത്ത് നിന്നും പിണറായി വിജയനെ പോലൊരു പാർട്ടി സെക്രട്ടറി നേരിട്ടത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ സുപ്രധാനമായി ആലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CPM എന്ന് പറയുന്ന പ്രത്യയശാസ്ത്ര ശുദ്ധിയും രാഷ്ട്രീയമായിട്ടുള്ള പ്രതിബദ്ധതയും നിലപാടുകളും ഉണ്ടാവേണ്ട ഒരു വിപ്ലവ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത നടപടികൾ താൻ അധികാരത്തിലിരുന്ന താൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നിരന്തരമായി പിണറായി വിജയൻ എടുത്തു പോന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റ് പാർട്ടി സെക്രട്ടറിമാരിൽ നിന്നും വളരെ വ്യത്യസ്തമായി പാർട്ടിക്കകത്തു നിന്നും പാർട്ടിക്ക് പുറത്തുനിന്നും ഇത്രയും ക്രൂരവും ഇത്രയും രൂക്ഷവുമായിട്ടുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും പിണറായി വിജയൻ ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, 1998 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി അധികാരം ഏറ്റെടുക്കുന്നത്. ആ പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയായി അധികാരം ഏറ്റെടുക്കുമ്പോൾ മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ പോലും അന്ന് എഡിറ്റോറിയൽ എഴുതിയത് ഇത്രയും നല്ലൊരു മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി പാർട്ടി സെക്രട്ടറി ആവുന്നത് ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് കേരളത്തിലെ ഇടത് വലത് പത്രമാധ്യമങ്ങളെല്ലാം ഒറ്റ ഐക്യകണ്ഠേന അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് പിണറായി വിജയൻ ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നത്. പാർട്ടി സെക്രട്ടറിയായി വന്നു കഴിഞ്ഞിട്ട് ആദ്യം എടുത്ത നടപടി എന്തായിരുന്നു? ഒരു കാരണവശാലും ഒരു വിപ്ലവ പാർട്ടി പ്രസ്ഥാനത്തിന് യോജിക്കാൻ കഴിയാത്ത നിലയിൽ കൈരളി ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ ആരംഭിക്കുകയും ആ ചാനൽ ആരംഭിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ നിക്ഷിപ്ത താല്പര്യക്കാരിൽ നിന്നും 2 കൈയും നീട്ടി സഹായം വാങ്ങുന്ന നിലയിലേക്കും വന്നു. അതാണ് ആദ്യമെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഈ നേരത്തെ സൂചിപ്പിച്ച ഈ അബ്ദുൾ വഹാബിൻ്റെ വിഷയമെല്ലാം വന്നത് അബ്ദുൾ വഹാബൊക്കെ കൈരളി ചാനലിന് വാരിക്കോരിയാണ് പണം അന്ന് നൽകിയത്. അങ്ങനെയാണ് അബ്ദുൾ വഹാബിനെ അന്ന് സ്ഥാനാർത്ഥിയാക്കുകയും അബ്ദുൾ വഹാബിനെതിരായിട്ട് സ്ഥാനാർത്ഥി നിർത്താതിരിക്കുകയും ചെയ്തത്. ആ നിലപാട് അതൊരു പാർട്ടി. അങ്ങനെയാണെങ്കിൽ മലയാളം ചാനൽ എന്ന നിലയിൽ ഒരു ചാനൽ ആരംഭിക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത്. അതും അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയോടുകൂടി. അതിൽ പണം പിരിക്കുന്നതിൽ ആ ചാനൽ കെട്ടിപ്പടുക്കുന്നതിൽ പിണറായി വിജയന് പാർട്ടി എന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റി രേഖകൾ പരിശോധിച്ചാൽ ഒരു എതിർപ്പും നേരിടേണ്ടി വന്നിട്ടില്ല, ഈവൻ VS അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്ന് പോലും. അങ്ങനെ വരുമ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ പിണറായി വിജയനെ ചുമതലപ്പെടുത്തുക, ആ ചാനൽ ഒരു പാർട്ടി ചാനൽ എന്ന നിലയിലല്ല, ബഹുജനങ്ങളുടെ പണം മുടക്കാൻ കഴിയുന്നവരുടെ ഫണ്ട് സമാഹരിച്ച് അത് തുടങ്ങാൻ തീരുമാനിക്കുക. അതിന് സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയനെ മുന്നിട്ടിറങ്ങാൻ പാർട്ടി തീരുമാനിക്കുക. അതെങ്ങനെ പിണറായി വിജയൻ്റെ തെറ്റാകും? ഇത് പ്രകാശ് പറയുന്നത് പാർട്ടി ഔദ്യോഗികമായി പുറത്തേക്ക് വിടുന്ന വാദഗതിയാണ്. എന്നാൽ നമുക്കറിയാം ഈ കൈരളി ചാനൽ തുടങ്ങാനുള്ള തീരുമാനമെടുക്കുകയും ആ കൈരളി ചാനലിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ എല്ലാം ബുദ്ധി കേന്ദ്രം പണമുണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യം, പണമുണ്ടാക്കുന്നതിന് വേണ്ടി വിദേശത്ത് പോകുന്ന കാര്യം, അവിടുന്ന് വിദേശ മലയാളികളിൽ നിന്ന് കച്ചവടക്കാരിൽ നിന്നും പണം സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് പിണറായി വിജയനാണെന്ന് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ കൈരളിയുമായി ബന്ധപ്പെട്ട കൈരളി അന്ന് മുതൽ ഇന്ന് വരെയുള്ള കൈരളിയുടെ പ്രവർത്തനം നമ്മൾ പരിശോധിച്ചാൽ 2000 ആരംഭിച്ച കൈരളി മറ്റ് ചാനലുകളുമായി മത്സരിക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിലേക്ക് ഇപ്പോഴും വരാതിരിക്കുകയും അവസാനം ഓൺലൈൻ ലോട്ടറി കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ പോലും സാന്റിയാഗോ മാർട്ടിൻ്റെയിലെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ഒരു ഏക ചാനലായി കൈരളി ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. അങ്ങനെ കൈരളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിനുശേഷം പിണറായി വിജയൻ എടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകളും നിക്ഷിപ്ത താല്പര്യക്കാരിൽ നിന്ന് പണം വാങ്ങുന്നത്, അതിനുശേഷം പിണറായി വിജയനെതിരെ ലാവ്ലിൻ അഴിമതി വളരെ ശക്തമായി ഉയർന്നു വന്നു. ആ ശക്തമായി ഉയർന്നു വന്നതിനെ തുടർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ മുകൾ തെട്ട് മുകൾ താഴെ വരെ അഴിമതിവൽക്കരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഈ നേതൃത്വം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയത് നമുക്കറിയാം. അതിനുശേഷം പ്രകാശ് നേരത്തെ സൂചിപ്പിച്ച LDF-മായി ബന്ധപ്പെട്ട പ്രശ്നം, LDF ഇത്രയും കൂടുതൽ ദുർബലപ്പെട്ട് നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യം പിണറായി വിജയൻ ഉള്ള സമയത്ത് ഉള്ളതുപോലെ വേറെ ഒരു സമയത്തും ഉണ്ടായിട്ടില്ല.
അതിൽ തന്നെ CPI-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം, ജനതാദളിനെ പുറത്തേക്ക് കളഞ്ഞ വ്യക്തമാണ് താങ്കൾ പറയുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വീണ്ടും ഈ ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത്തരം വിമർശനങ്ങൾ എല്ലാം ഉയർന്നു വന്നിട്ടും പാർട്ടി എന്ന നിലയിൽ CPI-എമ്മിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ സണ്ണി ജോസഫ് അത് സൂചിപ്പിച്ചു, അതിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ഉയർന്ന വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ AKGക്കോ അല്ലെങ്കിൽ VS-നോ ഒക്കെ ഉണ്ടായ ഒരു പൊതു സ്വീകാര്യത അത് പല കാരണങ്ങളാൽ പിണറായി വിജയന് കുറഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ഏത് പ്രവർത്തന മേഖലയിലേക്ക് അദ്ദേഹം മാറും എന്നാണ് താങ്കൾ കരുതുന്നത്? അതിന് തക്ക ഒരു ഒരുക്കം അത് പിണറായി വിജയൻ നടത്തേണ്ടത് അല്ലേ? അതുകൂടി ആണെങ്കിലാണല്ലോ ഇപ്പോൾ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം മാറും എന്ന് പറയുമ്പോൾ അതിന് ഉതകുന്ന ഒരവസ്ഥയിലാണോ പിണറായി വിജയൻ ഇപ്പോൾ? അതിൻ്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഇപ്പോൾ പിണറായി വിജയനുമായി ബന്ധിപ്പിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ മുതൽ ഷാജഹാൻ വരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ഒരു 10 വർഷമായി ചാനൽ ചർച്ചയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. തനിയാവർത്തനമാണ്. ലാവലിൻ്റെ കാര്യത്തിലായാൽ അതുമാതിരി തന്നെ കൈരളിയുടെ കാര്യത്തിൽ ഇങ്ങനെ തനിയാവർത്തനം നടത്തുന്നൊരു തത്ത മതി, മറ്റാരും വേണമെന്നില്ല. ഏതായാലും അങ്ങനെ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ജയശങ്കർ പറയുകയുണ്ടായി, ഈ തനിയാവർത്തനത്തിന് അദ്ദേഹം പറയുകയുണ്ടായി, ഈ EM ശങ്കരൻ നമ്പൂരിപ്പാട് അദ്ദേഹം സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആദ്യമായി തലമുറയെ, ന്യൂ ജനറേഷനെ നേതൃത്വത്തിൻ്റെ ഏറ്റവും അമരത്തേക്ക് കൊണ്ടുവന്നത് CPM ആണ്. പ്രകാശ് കാരാട്ടിനെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തി. ആ സമയത്ത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ട്, അവസാന ഘട്ടം വരെ സുർജീത്തുണ്ട്. സുർജീത്തിനേക്കാൾ പ്രധാനപ്പെട്ട ആളായി അദ്ദേഹം പോയിരുന്നു. അപ്പോൾ ഒരു പഴയ നേതാവ് ഉള്ളതൊരു തടസ്സമൊന്നും അല്ല എന്ന് പ്രകാശ് കാരാട്ട് തന്നെ കാണിക്കുന്നുള്ള ചരിത്രമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഒന്ന്. ഇനി രണ്ടാമത് നമുക്കെടുക്കാം, എന്തായിരുന്നു പിണറായി വിജയൻ നേരിട്ട വെല്ലുവിളി? എങ്ങനെയാണ് അദ്ദേഹം അതിനെ നേരിട്ടത്? ഇതാണല്ലോ പ്രശ്നം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിപരി, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഏറ്റവും വലിയ ഘടകം VS അച്യുതാനന്ദൻ്റെ ആക്രമണമായിരുന്നു. അത് പ്രതീക്ഷയ്ക്കൊത്തുള്ള സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ആക്രമിക്കുകയും ചെയ്തു. മാധ്യമങ്ങളുടെ തരളിത സ്പർശമില്ലെങ്കിൽ ഉറക്കം വരാത്ത നേതാവല്ല ഞാൻ എന്ന് തുറന്ന മാധ്യമങ്ങളോട് പിണറായി വിജയനെ പോലെ ഒരൊറ്റയാളെ പറയൂ. അങ്ങനെ പറയുന്നതിന് 2 കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മൂലധന താല്പര്യമാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യം. മറ്റൊന്ന്, ഈ പാർട്ടി വിരുദ്ധരെ സംരക്ഷിക്കുക എന്നതാണ്. ഇതേ പത്രങ്ങളെ, മാധ്യമങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് VS അച്യുതാനന്ദൻ വന്നത്. അങ്ങനെ മാധ്യമങ്ങളും VS അച്യുതാനന്ദനും ചേർന്ന് വേട്ടയാടി മാധ്യമം പ്രചരിപ്പിച്ചുകൊണ്ടുവരുന്ന ഈ പരനാറി അടക്കമുള്ള മാധ്യമങ്ങളുടെ ഈ പ്രചാരവേലയിലൂടെ ഉണ്ടാവുന്ന ഇത്തരം വളരെ തരംതാണ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പിണറായി വിജയനെ കാണുകയാണെങ്കിൽ പുതിയതായി ഒന്നും കണ്ടെത്താനോ പറയാനോ ഇവർക്കാർക്കും ഇല്ല എന്നാണ് അർത്ഥം. സത്യത്തിൽ സംഭവിച്ചത് ഒന്നിച്ച് നടന്ന ഈ ആക്രമണമുണ്ടല്ലോ, ഈ ആക്രമണത്തിനെ അതിജീവിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്ന ബുദ്ധിമുട്ടാണ് സത്യത്തിൽ ജയശങ്കർ മുതൽ ഷാജഹാൻ വരെ ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് താങ്കൾ സൂചിപ്പിച്ചത്, നാം കാണുന്ന 16.5 വർഷം നാം കാണുന്ന പിണറായി വിജയൻ എന്തായാലും ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ മുഖഭാവമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാർക്കശ്യമുണ്ട് പാർട്ടി പിടിച്ചു നിലനിർത്തുക എന്നത്. എന്നാൽ ഭരണരംഗത്തെ നേതൃത്വം വ്യത്യസ്തമാണ്. അത് മുഴുവൻ വർഗങ്ങൾക്ക് വേണ്ടിയുള്ള നേതൃ സ്വഭാവമാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നാം അറിയുന്ന നിലപാടത്തിൽ പിണറായി വിജയൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ സമീപനം, അദ്ദേഹം ഈ പാർലമെന്ററി രംഗത്തേക്ക് വരികയാണെങ്കിൽ, മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ ആ നിലയ്ക്ക് കാണിക്കേണ്ട സമീപന ഭിന്നത പിണറായിക്ക് അറിയാം അതെങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന്. പാർട്ടി നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കഴിഞ്ഞ 10 വർഷമായി ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പിണറായി വിജയനെ പഠിപ്പിക്കണം എന്ന് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. പിണറായി വിജയൻ ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് എന്ന കാര്യം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ മാത്രമാണ് സ്ഥാനമൊഴിയുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് കൂടുതലായി ഉയരുന്നത്. വളരെ നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ KM ഷാജഹാൻ, ശ്രീ PC ജോർജ്, ശ്രീ സണ്ണി ജോസഫ് MLA, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.